നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കേട്ടോരാതെ, ഇപ്പോഴും ഇവളുടെ നാവിന് ഒരു ലൈസൻസും ഇല്ല. നിങ്ങൾ എവള് പറയുന്നതെന്നും കാര്യമാക്കണ്ട. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കാര്യമാക്കിയിരുന്നെങ്കിൽ അച്ഛനും മോനും കൂടെ ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു. ഹലോ ശ്രീ, മോളെ, ആരോടാ നീ സംസാരിക്കുന്ന? ഏട്ടാ, അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുമായിരുന്നു. എന്താ ഏട്ടാ? ആ ശരി, നീ സംസാരിക്ക. പിന്നെ എന്റെ 2 ഷർട്ട് ഞാൻ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് അയൺ ചെയ്തേക്കണേ. ശരി ശരി മോളെ. ഹലോ ഹലോ ശ്രീ. ഹലോ ശ്രീ, പെട്ടെന്ന് ഏട്ടൻ വന്നു. ഞാൻ വെക്കുവാണേ. ബൈ. വെക്കല്ലേ, ഒരു മിനിറ്റ്. രാധേ, എടി രാധേ. ആ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ മേൽപോട്ട്. സാധാരണക്കാരെ എങ്ങനെ ജീവിക്കാനാ എന്ന് കരുതി ആവശ്യത്തിനുള്ളത് വാങ്ങാതിരിക്കാൻ പറ്റുമോ? ഓ, എന്ത് പറയാനടാ, ആ പണയം വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെ പലിശ അടച്ചില്ലെങ്കിൽ സ്വർണം മുങ്ങിപ്പോവും. ഒരാവശ്യം വന്ന സഹായം ചോദിക്കാൻ നമുക്കൊക്കെ ആരാ ഉള്ളത്? ആ, നിന്റെയൊക്കെ യോഗം. നിന്റെ ഭാര്യയുടെ അച്ഛൻ കോൺട്രാക്ടർ അല്ലേ? നീ ഒരു 10,000 രൂപ അങ്ങനെ വാങ്ങിച്ച കളിയാ. ബാക്കിയോ? എടാ, ബാക്കി ഞാനിവിടെ വൈഫിന്റെ അച്ഛൻ്റെ നിന്ന് മേടിച്ചോളാം. ഓ, പിന്നെ ചെറിയ എമൗണ്ട് ഒക്കെ പ്രിയയുടെ അച്ഛൻ അറേഞ്ച് ചെയ്ത് തരും. ആ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ആ അച്ഛാ, കയ്യിലൊരു 5,000 രൂപ കാണുമോ? ഈ പ്രിയയുടെ സ്വർണത്തിന്റെ പലിശ അടയ്ക്കാനായിരുന്നു. 5,000 അല്ലേ? ആ, എന്റെ കയ്യിലില്ല. എന്നാ ഒരു 3,500 ഉണ്ടാവോ? എന്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ 800 രൂപയാ. ഇത് വേണം ഈ മോനെടുത്ത്. 800 4,200 കുറവുണ്ട്. സാരല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓടേ. എന്നെ എന്തിനാ നോക്കുന്നേ? പാവം ചേട്ടൻ, ഇനി ബാക്കി പണം കൂടെ ഉണ്ടാക്കണ്ടേ? വേണം വേണം. ശങ്കരനൊത്ത ചക്കി തന്നെ നീ. പെണ്ണ് കാണൽ ചടങ്ങിനായി ഡോക്ടറോട് വാങ്ങിച്ച കാശിന്റെ ബാക്കിയാ, അതും പോയി. ശ്രീ എവിടെ പ്രിയേച്ചി? അവള് റൂമിലുണ്ട്. അവളിതുവരെ റെഡി ആയില്ലേ? അവള് റെഡിയാവുന്നുണ്ട് മോളെ. മോള് പോയി അവളെ ഒന്ന് സഹായിക്കേ. ശരി രാധമ്മേ. നോക്കിയെ കണ്ട് നീ പോയി ചായ ഉണ്ടാക്കണേ രാധമ്മേ. അവരിങ്ങനെ തറയി. അയ്യോ, അത് ശരിയാണല്ലോ. ശ്രീ, എന്താ ശ്രീ, എന്തു പറ്റി? എന്താ രമ്യ? അല്ല, നീ എന്താ ഒരുങ്ങാത്തെ? ഈ ഒരുക്കൊക്കെ മതി. എപ്പോഴും നമ്മള് അണിഞ്ഞൊരുങ്ങിയൊന്നുമല്ലല്ലോ നടക്കാറ്. അപ്പോ ഇങ്ങനെ എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട മതിന്ന് കരുതി. നീ എന്തൊക്കെയാ പറയുന്നേ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിനക്കെന്താ ഇപ്പോ വിവാഹം വേണ്ടാന്നുണ്ടോ? അതോ ഈ ബന്ധത്തിന് താല്പര്യമില്ലേ? ഓ, എന്റെ താല്പര്യത്തിലൊക്കെ എന്തിരിക്കുന്നു?
എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ ശ്രീ, എന്തു പറ്റി? വേണ്ട, രമ്യയോടത് പറഞ്ഞ ശരിയാവില്ല. ഒന്നുമില്ല രമ്യ, ഞാനൊരു തമാശ പറഞ്ഞതാ. പിന്നെ ഒരുക്കത്തിലൊക്കെ എന്തിരിക്കുന്നു, എന്നെ അറിയാവുന്ന ആളല്ലേ ആദർശ്. ചെറുപ്പം തൊട്ട് എന്നെ കാണുന്ന ആളുമാണ്. അതാ ഞാൻ. ഓ അത്രേ ഉള്ളോ? ഹോ, ഞാനാകെ പേടിച്ചു പോയി. വാ ഇരിക്കടാ. ഇരിക്കട്ടെ. അവിടെ ഇരിക്കുക. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ഓ എന്തൊരു പാടാ ഇവിടം വരെ ഒന്ന് എത്തിച്ചേരാൻ. റോഡ് മുഴുവൻ കുണ്ടും കുഴിയാ. ഇടയ്ക്കൊക്കെ നിന്റെ ശരീരം ഒന്ന് അനങ്ങട്ടെ ഗിരിജേ. നിങ്ങൾ ഇതുവരെ ഈ വീടിന്റെ കോലമൊന്നും മാറ്റിയില്ലേ? ഇത്ര വർഷമായിട്ട് നിങ്ങൾ എന്താ ഇതൊന്നും മെയിൻറ്റെയിൻസ് ചെയ്യാത്തെ? അതിന് കല്യാണം കഴിഞ്ഞ് നിന്റെ മോനെ ഇങ്ങോട്ടാണോ വിടുന്നത്? അല്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കെ. കേട്ടോരെ, അതെ, ഇപ്പോഴും ഇവളുടെ നാവിന് ഒരു ലൈസൻസും ഇല്ല. നിങ്ങൾ എവള് പറയുന്നതെന്നും കാര്യമാക്കണ്ട. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കാര്യമാക്കിയിരുന്നെങ്കിൽ അച്ഛനും മോനും കൂടി ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു. എന്റെ പൊന്നമ്മേ, ഒന്നും മിണ്ടാതിരിക്കേ. ആ രാജു, എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? നന്നായി പോകുന്നു ആദർശ്. ആ നിങ്ങളുടെ കമ്പനിയുടെ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുവാണല്ലേ സിറ്റിയില്? ആ അതെ രാജു, എനിക്കാണ് സൈറ്റിന്റെ ചാർജ്. ശരിക്കും പറഞ്ഞ ആ കൺസ്ട്രക്ഷൻ പൂർത്തിയാകുമ്പോ നമ്മുടെ സിറ്റിയുടെ തന്നെ മെയിൻ അട്രാക്ഷൻ ആയിരിക്കും ആ ബിൽഡിംഗ്. ഓക്കെ. ചേച്ചി ഗസ്റ്റുകളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. എൻഗേജ്മെന്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ രാജു നോക്കിക്കോളൂ. പ്രതാപ, എപ്പോഴും രാജു തന്നെയല്ലേ ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻസിന്റെ അറേഞ്ച്മെന്റ് നടത്തുന്നത്? ഞാൻ പറയുന്നത് ഇത്തവണ ദീപക്കിനൊരു അവസരം കൊടുക്കണമെന്നാ. അവന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം നൽകിയാലല്ലേ അവനും എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ പറ്റൂ. അതെ അമ്മാവ, ഒരേ ഒരു ചാൻസ് താ. രാജുവിനേക്കാൾ നന്നായി ഞാൻ എല്ലാം കൈകാര്യം ചെയ്ത് കാണിച്ചു തരാം. വേണ്ട, രാജു തന്നെ ചെയ്യട്ടെ. ഞാനത് മുൻപ് തന്നെ തീരുമാനിച്ചതാ. രാജു ആണെങ്കിൽ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെന്തിനാ ഒരു പുതിയ പരീക്ഷണം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.